ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ ചൂടൽപ്പം കൂട്ടിയിട്. ഇതിൽ കൂടുതൽ ചൂടാക്കിയ കരിയും. നീയേ ആ ഷർട്ടൊന്ന് കരിച്ചേക്ക്. സാർ ഇപ്പൊ തന്നെ പുറപ്പെട്ടാലേ കൃത്യസമയത്ത് എത്താൻ പറ്റൂ. അതെ, ഞാനതങ്ങ് മറന്നുപോയി. ഇന്നത്തെ പ്രസന്റേഷൻ കൂടി കഴിഞ്ഞാലേ കോൺട്രാക്ട് സൈൻ ചെയ്യാൻ പറ്റൂന്നാ അവര് പറഞ്ഞിരിക്കുന്നത്. സോ ഓക്കെ, ഞാനൊരു ഹാഫ് ആൻ അവറിലും എത്താം. ബാക്കിയെല്ലാം വിനോദ് അറേഞ്ച് ചെയ്തേക്ക്. ഓക്കെ സാർ. വരുൺ, ഇത് ഞാൻ അയൺ ചെയ്തു തരാം. ഏയ്, അതൊന്നും വേണ്ട. അതെന്താ വരുൺ, ഇതൊക്കെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളല്ലേ? ഓക്കെ, ഞാനിതുവരെ ഷെൽഫിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, വരുൺ ഓഫീസിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ എല്ലാം അയൺ ചെയ്ത് വെച്ചേക്കാം. അപ്പൊ പിന്നെ സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ. അതെ, എന്റെ കാര്യം ചെയ്യാനായിട്ടേ എനിക്കറിയാം. വരുൺ, ഡ്രസ്സിങ് തരാനാ പറഞ്ഞു. എന്നോട് മാറിയിക്കാനാ പറഞ്ഞത്. പറ്റില്ല, ഞാൻ അയൺ ചെയ്താൽ എന്താ കുഴപ്പം? ഒന്ന് നോക്കട്ടെ. എന്റെ മുമ്പിൽ അധികാരം സ്ഥാപിച്ചെടുക്കാനും നോക്കണ്ട. എനിക്കൊരു നല്ല കാര്യത്തിന് പോകാനുള്ളതാ. ശകനം മുടക്കി എന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കരുത്. രാധിക, ഇതൊന്ന് അയൺ ചെയ്യണം. ഇതെന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗാ. എന്നോട് സത്യസന്ധമായ ഇഷ്ടമുണ്ടെങ്കിൽ ഇത് താൻ ചെയ്തിരിക്കും. നീ എന്തെങ്ങനെ നോക്കി നിൽക്കുന്നേ? വരുൺ പറഞ്ഞതുപോലെ ചെയ്യ്. വരുൺ എന്താണോ നിന്നോട് പറഞ്ഞത് അതുപോലെ ചെയ്യാൻ. അതെ, ഒന്ന് വേഗം വേണം, അർജന്റാ. വരുൺ പോയിട്ട് വാ, ഇതിവിടെ റെഡി ആയിരിക്കും. ചെല്ല്. എടുത്ത് പ്രിയങ്കയോട് ഇത് ചെയ്യാൻ പറ. നിനക്ക് ചെയ്താ എന്താ കുഴപ്പം? അല്ല, ഞാനല്ലല്ലോ ഇതൊക്കെ ചെയ്യേണ്ടത്. ഓ, ഇപ്പഴേ വീതം വെക്കലൊന്നും വേണ്ട. നിന്നോടിത് ചെയ്യാനല്ലേ പറഞ്ഞേ? ഓ, ചെയ്യ്, ചെല്ല്. ആ ചൂടൽപ്പം കൂട്ടിയിട്. ഇതിൽ കൂടുതൽ ചൂടാക്കിയ കരിയും. നീയേ ആ ഷർട്ടൊന്ന് കരിച്ചേക്ക്. ഞാൻ പറഞ്ഞത് കേട്ടില്ലടി. അല്ല, വരുൺ ഓഫീസിൽ പോകാനുള്ളതല്ലേ? അതൊക്കെ അവൻ നോക്കിക്കോളും. എടുത്തി മോറെ നിക്കടി.
നോക്കാം. അടിപൊളി. ഇനി ഇത് മടക്കി വെക്കണം. വെക്കടി. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം. അമ്മയ്ക്കെന്താ ഗൗരവമായിട്ട് എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞേ? നമ്മുടെ കുടുംബകാര്യം തന്നെയാ. എന്തൊക്കെയോ പുകച്ചിലുകൾ നമ്മുടെ കുടുംബത്തുണ്ട്, അല്ലേ പത്മിനി? എന്താ അമ്മ ഉദ്ദേശിക്കുന്നത്? വരുണിന്റെ സൂര്യയുടെയും കാര്യത്തില് എന്ത് സംഭവിച്ചാലും അവിടെയൊക്കെ നിന്റെ കണ്ണ് എത്തിയിരിക്കും. അതുപോലെ തന്നെയാണ് പരമേശ്വരന്റെയും ചന്ദ്രശേഖരന്റെയും ഉർവശിയുടെയും നിന്റെയും കാര്യത്തില് എന്റെ കണ്ണും എത്തിയിരിക്കും. നിങ്ങളിൽ ഒരാൾക്ക് മാറ്റം വന്നാല് അത് ഞാനല്ലേ ആദ്യം തിരിച്ചറിയ? ഞാൻ നിങ്ങളുടെ അമ്മയല്ലേ? അമ്മേ, അമ്മേ, അവിടെ എന്താ ബഹളം നടക്കുന്നതെന്ന് അറിയോ? എന്തുപറ്റി? പ്രിയങ്ക നല്ല കരച്ചിലാ. അതെന്തുപറ്റി? കാരണം ആരാ? ആ വരുൺ തന്നെ. കൽപ്പനെ, എന്താണെന്ന് വെച്ചാ നീ കാര്യം തെളിച്ചു പറ. വരുൺ ഓഫീസിലേക്ക് പോണം. ഡ്രസ് അയൺ ചെയ്യാൻ എടുത്തപ്പോ പ്രിയങ്ക അത് ചെയ്യാന്ന് പറഞ്ഞു. അതിന് ഇത്രമാത്രം ദേഷ്യപ്പെടേണ്ട വല്ല കാര്യമുണ്ടമ്മേ? എന്നിട്ട് രാധിക ഡ്രസ് അയൺ ചെയ്താലേ ഇടുവെന്ന് വരുൺ. അമ്മ പ്രിയങ്കയെ നാണം കെടുത്തിക്കൊണ്ടിരിക്ക. ആർക്കായാലും സങ്കടം തോന്നില്ലേ? അല്ല, അതിന് ഇത് ആരാ ഇത് ചെയ്തോന്ന് ചോദിച്ചത്? ദേ കേട്ടോ. ആരാ എന്റെ ഡ്രസ്സ് കരിച്ചത്? പ്രിയങ്ക താനത് കരുതി കൂട്ടി ചെയ്തല്ലേ? വരുൺ, ഞാനിതിൽ തൊട്ടിട്ടില്ല. പിന്നെന്തിനാ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നേ? നിന്റെ പക എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാ. നീ ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യും. പക്ഷേ ഇതിനുത്തരം എനിക്ക് കിട്ടിയേ പറ്റൂ. പ്രിയങ്ക അതില് തൊട്ടിട്ടില്ല. വരുൺ, നീ അത് അയൺ ചെയ്യാൻ ഏൽപ്പിച്ചത് രാധികയല്ലേ? എന്താ പറ്റിയതെന്ന് അവളെ വിളിച്ച് ചോദിക്ക്. ഏയ്, അതെ, രാധികയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഒന്നും പറ്റില്ല. നീ അഥവാ പറ്റിയാലും അത് എന്നെ അറിയിക്കാനുള്ള സാമാന്യ മര്യാദ അയാൾക്കുണ്ട്. അത് വരുൺ പറഞ്ഞത് സത്യം. ആ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ല. ആഹാ, അപ്പോ സംശയം നമുക്ക് തീർക്കാലോ. രാധികേ, രാധികേ.